അപ്പൊ കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ സ്വത്തിന് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അൺഫോളോ അടിച്ചത്, അതുപോലെ തന്നെ കുറെ പോസ്റ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടല്ലോ അവളുടെ അക്കൗണ്ടിൽ നിന്ന്, അത് എന്തുകൊണ്ടാന്നൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു. അളിയാ നിന്റെ മമ്മി എന്ന് പറഞ്ഞാൽ എന്റെ മമ്മി, ഡോണ്ട് വറി, നമ്മൾ തകർക്കുന്നു. നമ്മുടെ കൂട്ടുകാരൻ അമ്മയുടെ ബർത്ത്ഡേ ആണ്, അപ്പൊ അവൻ ഇന്ന് ഇവിടെ ഇല്ല. അപ്പൊ അവൻ എന്നോട് പറഞ്ഞുണ്ട്. അപ്പൊ എന്തായാലും ഗൈസ് അവന്റെ അമ്മ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മനെ പോലെ, കൂട്ടുകാരന്റെ അമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയല്ലേ. അപ്പൊ എന്തായാലും ഗൈസ് നമുക്ക് ഇന്ന് ഒരു കേക്ക് ഒക്കെ വാങ്ങി അവന്റെ അമ്മമ്മീനെ സർപ്രൈസ് ചെയ്യാം. യെസ് ഗൈസ്, അപ്പോൾ അതാണ് നമ്മുടെ നിയാസിന്റെ വീട്. ഓക്കെ, അവിടെ ആരെങ്കിലും ഉണ്ടെന്ന് നോക്കട്ടെ. മമ്മി കാണുമായിരിക്കും. നമുക്ക് എന്തായാലും സർപ്രൈസ് കൊടുക്കാം ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ മമ്മി. നിയാസ് എന്ന ഗിഫ്റ്റാണ് കേട്ടോ. ഓക്കെ, കട്ടി വാ, കട്ടി നമുക്ക്. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ പറ. നീ പറ ഹാപ്പി ബർത്ത്ഡേ. ഇതാണ് നിയാസിന്റെ മമ്മി. എത്ര വയസ്സായി? അല്ലെങ്കിൽ വേണ്ട, വയസ്സൊന്നും വേണ്ട. ഒരിക്കലും നമ്മൾ ലേഡീസിനോട് വയസ്സ് ചോദിക്കില്ല, അതുപോലെ തന്നെ മെന്നോട് നമ്മൾ സാലറി ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഇറ്റ് ഈസ് നമ്പർ ഗൈസ്. അപ്പൊ എന്തായാലും ബാ കട്ട് ചെയ്യാം നമുക്ക്. അതന്നെ എല്ലാം ചെയ്യണം, ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ്. ഗൈസ് നിയാസിന്റെ ഡാഡി കൂടാണ്. കമോൺ ബ്രോ, നമുക്ക് കേക്ക് കട്ടിയാ. ഗൈസ് അവൻ എടുക്കുന്നില്ല, അവൻ എനിക്ക് വേണ്ടി ജിമ്മിലാണ് തോന്നുന്നു. ഇവിടെ നിൽക്കുന്നത് ബാ കേക്ക് കട്ടിയാ. എന്തായാലും നിയാസിന് വേണ്ടിട്ട് ഞാൻ പാട്ട് പാടാൻ പോണ്. ഒരു ഞാൻ പാട്ട് പാടിയിട്ട് കട്ടിയുള്ളൂ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ മമ്മി. അടിപൊളിയേ. താങ്ക് യു മമ്മി, താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോ ഗൈസ്. നീ അത് വിളിക്കുന്നുണ്ട് കറക്റ്റ് ടൈമിങ്. അപ്പൊ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ. അത് കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ കേക്ക് കഴിച്ച് ഹാപ്പി ആയിട്ട് ഇന്ന് മമ്മിയുടെ ആണ് തകർക്കണം. പുതിയൊരു വ്ലോഗ് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അതെ നമ്മളെ കാണാൻ വേണ്ടിട്ട് അങ്ങ് ട്രിവാൻഡ്രത്ത് നിന്ന് രണ്ടുപേര് വന്നിട്ടുണ്ട്. ഇതേ ഇവരുണ്ട്. ബ്രോ പേരെന്തുവാ? ശ്രാവണും ദാ കൊച്ചുണ്ട്. ഇങ്ങോട്ട് വാങ്ങുന്നത് എന്തിനാ പാത്തിരിക്കുന്നത്? തന്റെ പേരെന്തുവാ? സജിന. ആ ഓക്കെ. അപ്പൊ എന്തായാലും ഗൈസ് രണ്ടുപേരും നമ്മുടെ രണ്ടുപേരല്ല, ഇവൻ എന്റെ കട്ട സബ്സ്ക്രൈബറാണ്. ഈ സബ്സ്ക്രൈബർ ആണെന്ന് അറിയത്തില്ല. എന്തായാലും ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം പോണ വഴിക്ക് നമ്മുടെ വീട്ടിൽ കയറിയതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ ഇവന്റെ കാറാണ് കേട്ടോ. ഒരു രക്ഷയില്ല എളിയ. എടാ കാറിന്റെ പേരെന്തുവാ? അമീൻ. അടിപൊളിയാ ഗൈസ്. നോക്കിയെന്ന് നമ്മുടെ ഫ്രൈഡേ പോലെ തന്നെ ഇരിക്കുന്നു. അടിപൊളി ഫുള്ള്. പക്ഷെ കറക്റ്റ് ബമ്പിൾ ബീ ലുക്ക് ഉണ്ട് കേട്ടാ. മഞ്ഞ. ഓ അടിപൊളിയായിട്ടുണ്ട്. ബ്രോ ഒരു കാർ പ്രാന്തനാണോ ബ്രോ? അതെ ബ്രോയെ പോലെ ഒരു വണ്ടി പ്രാന്താണ്. ഓ എടാ എത്ര ആളാണ് എന്റെ വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങിയിട്ട്? ഓ ഞാൻ പഠിക്കുന്നു 2017-16 തൊട്ട് ഞാൻ കാണാൻ തുടങ്ങി. അതെ കാണുന്നുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോ, ആ വണ്ടിയുടെ എല്ലാ അപ്ഡേറ്റും ഞാൻ കാണുന്നുണ്ട്. ബ്രോയുടെ ഈ വീഡിയോ വണ്ടി എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണ് ബ്രോ. എല്ലാ വീഡിയോസും ഞാൻ കാണുന്നുണ്ട്. ഭയങ്കര ഒരു ഹ്യൂജ് ഫാനാണ്. ഫാനൊന്നും വേണ്ട, പടിയായോ. അതെ എന്തായാലും കണ്ടാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി വഴിയൊക്കെ പോകണമെങ്കിൽ വീഡിയോസ് ഒക്കെ ഇനിയും കാണണം. അപ്പൊ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇനി തൊട്ട് ഒരു ദിവസം ഇടപെട്ട് ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം. നീയും ഫ്രീ ആകുമ്പോ കണ്ടേക്കണം. ഇവിടെ താനേ കണ്ടേക്കണം. നിന്റെ കൂട്ടുകാരോടും പറഞ്ഞേക്കണം. നിങ്ങൾ കണ്ടേക്കണം. എല്ലാം അറിയാം എനിക്ക് ഓൾമോസ്റ്റ്. എന്റെ ഗൈസ് ഇവനെ എല്ലാം അറിയാം കേട്ടോ. എന്റെ വണ്ടികളുടെ പേരറിയാം, ബമ്പിൾ ബീയുടെ കാര്യം അറിയാം, ചേട്ടന്റെ പേരറിയാം, അച്ഛന്റെ പേരറിയാം, എല്ലാം അറിയാം. എന്റെ ആളെ നീ കട്ട സബ്ബാണ് കേട്ടോ മുത്തേ. നിന്നെ സമ്മതിച്ചു. ഈ കൊച്ചു പറഞ്ഞു ഇവരൊക്കെ ഇവനെ കളിയാക്കുമെന്നാ പറഞ്ഞു. എന്തിനാ കളിയാക്കുന്നത്? എന്തിനാ കളിയാക്കുന്നത്? നീ കാണണം കേട്ടോ വീഡിയോ ഒക്കെ ഇരുന്നു. ഇയാൾ ഇൻട്രോട്ടാണ് കേട്ടോ. വീഡിയോ ക്യാമറ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും മിണ്ടത്തില്ല ബ്രോ. പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇടാ, മുത്താണ് നീ. ബ്ലാക്ക് ക്ലോവർ അല്ലേ, അതിന് അനിമ കണ്ടോണ്ടിരിക്കുവായിരുന്നു. കാരണം അമ്മ ഇപ്പൊ ചോദിക്കുക എന്തോ ചോദ്യം പറഞ്ഞു. എന്നോട് ചോദിച്ചോന്ന് പറഞ്ഞേ.
എടാ ഞാൻ ഓർക്കുമായിരുന്നു ഈ എപ്പോ നോക്കിയാലും ഈ കാർട്ടൂൺ 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 അല്ല അനിമേ എന്തും എന്തായാലും എപ്പോ നോക്കിയാലും നോക്കിക്കൊണ്ടിരിക്കുന്ന കാണാം. ഇതിന്ന് എന്ത് കിട്ടുന്നു നിനക്ക്? സത്യം പറയുകയാണെങ്കിലേ നമ്മളൊരു അനിമെ കാണുമ്പോൾ നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും നമ്മൾ അങ്ങ് റിയലൈസ് ചെയ്യും. പല ലൈഫ് ലെസൺസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഗൈസ് നറൂട്ടോ എന്നുള്ള അനിമേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ നറൂട്ടോ കേട്ടോ. ഇതാണ് ഗൈസ് നമ്മുടെ നറൂട്ടോ വേണ്ട. എനിക്ക് നറൂട്ടോയുടെ കുറെ കളക്ഷൻ ഉണ്ട്. ഇത് നറൂട്ടോയാണ്. അപ്പൊ നറൂട്ടോയുടെ കാര്യം പറയുവാണെങ്കിൽ നെവർ ഗീവ് അപ്പ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അവന്റെ ചൈൽഡ്ഹുഡ് തൊട്ട് അവനെ കുറെ ആൾക്കാർ തഴഞ്ഞ് അവനെ ഡീമോട്ടിവേറ്റ് ചെയ്ത് നിന്നെ കൊണ്ട് ഒരു കാശിനും കൊള്ളത്തില്ല, നിനക്ക് എങ്ങും എത്താൻ പറ്റത്തില്ല എന്നൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞായിരുന്നു. എന്നിട്ടും അവന് ഹൊക്കാഗെ എന്ന് പറഞ്ഞാൽ ഒരു ആ നാടിന്റെ തലവൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു ആകണമെന്ന് അവന് ഭയങ്കര അതിയായ ആഗ്രഹമായിരുന്നു. എന്നിട്ട് ആയി. അപ്പൊ ഈ ഒരു അനിമ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും ലൈഫ് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മൾ നെവർ ഗീവ് അപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടും ഗൈസ്. ട്രസ്റ്റ് മീ. അടുത്ത ഗൈസ് അനിമ എന്ന് പറഞ്ഞാൽ ഡ്രാഗൺ ബോൾ സി ആണ്. ഞാനൊക്കെ ഒരു 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ് തൊട്ടാണ് അത് കാണാൻ തുടങ്ങി കേട്ടോ. കാർട്ടൂൺ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് കാണാൻ തുടങ്ങിയാണ്. ഇതാണ് ഗോക്കു. അപ്പൊ ഇവരെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്ററാണ്. എന്നാലും അവൻ മാക്സിമം അവന്റെ ബോഡി അവന്റെ എന്താണ് ലെവൽസ് ഒക്കെ സർപ്പാസ് ചെയ്യും അവൻ തന്നെ. ഈ ഒരു അനിമയുടെ ലെസൺ എന്താന്ന് ചോദിച്ചാൽ ഗ്രോത്ത് ഒരിക്കലും നമ്മൾ സ്റ്റോപ്പ് ആകത്തില്ല, നമ്മളത് ഇമ്പ്രൂവ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന്. അതാണ് ഈ ഒരു അനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ കിടുക്കൻ ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഡ്രാഗൺ ബോൾസ് കാണാത്തവർ അത് കണ്ടു. തേർഡ് അനിമ എന്ന് പറഞ്ഞാൽ ഗൈസ് ബ്ലാക്ക് ക്ലോവർ ആണ്. നേരത്തെ ഞാൻ കണ്ടോണ്ടിരുന്നില്ലേ ടിവിക്കകത്ത്. അതിനകത്തെന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഒരു സാധാരണ ഒരു ചെറുക്കൻ അവന് വലിയൊരു ഡ്രീം ഉണ്ട്. ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ഇമ്പോസിബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവന്റെ കൂട്ടത്തിലുള്ള ബാക്കി എല്ലാ ആൾക്കാർക്കും മാജിക്കൽ പവേഴ്സ് ഉണ്ട്, പക്ഷെ അവന് മാത്രമില്ല. എന്നാലും അവനൊരു മാജിക്കൽ എംപറർ ആകണമെന്ന് വെച്ചിട്ട് അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് എന്തൊക്കെ ആൾക്കാർ പറഞ്ഞെന്ന് പറഞ്ഞാലും അതിനു വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെ പോവുകയാണ്. ഈ ഒരു അനിമയുടെ ലെസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രീം ഉണ്ടല്ലോ, അതിൽ നമ്മൾ ബിലീവ് ചെയ്തിട്ട് നമ്മൾ പേടിക്കാണ്ട് അതിനെ ചേസ് ചെയ്യണം. ഇതേപോലെ കുറെ അനിമേസ് ഉണ്ട്. ഇപ്പൊ ജുജുട്സു കൈസനുണ്ട്, അതേപോലെ തന്നെ സോളോ ലെവലിംഗ് ഉണ്ട്, അത് അടിപൊളിയാണ്. പിന്നെ വൺ പീസ് ഉണ്ട്. ഇങ്ങനെ ഗൈസ് കുറെ അനിമ ഉണ്ട്. ഇപ്പൊ അതെല്ലാം പറയാനാണെങ്കിൽ ഈ ഒരു ഒറ്റ എപ്പിസോഡ് കൊണ്ടൊന്നും തീരത്തൊന്നുമില്ല. അപ്പൊ ഗൈസ് നമുക്ക് ഈ അനിമയൊക്കെ കാണുമ്പോൾ ഭയങ്കര ലൈഫ് ലെസൺസും ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫിന് ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ചിലപ്പോൾ അനിമ കാണുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. അതേപോലെ തന്നെ ഗൈസ് ഇപ്പൊ സ്റ്റഡീസ് ഒക്കെ ഇങ്ങനെ പറയുന്നതെന്ന് പറയും, ഇപ്പൊ കൊച്ചിലെ തൊട്ട് അനിമയെ കണ്ട് വളരുന്ന ഒരു ആളാണെങ്കിൽ അവർക്ക് ലൈഫിൽ ഇത്രയുടെ അവര് എന്തുവാണ് ഇമോഷണലി പെട്ടെന്നൊന്നും ഡൗൺ ആകാത്ത ആൾക്കാരായിരിക്കും എന്നൊക്കെയാണ് പുതിയ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഗൈസ് നിങ്ങൾ ഇതുവരെ അനിമ കണ്ടിട്ടില്ലെങ്കിൽ ദിസ് ഈസ് ടൈം, ഇന്ന് തൊട്ടേ പോയി അനിമ കണ്ടു തുടങ്ങി. അപ്പൊ ഗൈസ് കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ സ്വത്തിന് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അൺഫോളോ അടിച്ചത്, അതുപോലെ തന്നെ കുറെ പോസ്റ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടല്ലോ അവളുടെ അക്കൗണ്ടിൽ നിന്ന്, അത് എന്തുകൊണ്ടാണെന്നൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു. അപ്പൊ അതിപ്പോ എന്ത് പറയാനാ, ആക്ച്വലി ഗൈസ് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. നിങ്ങളത് എൻ്റെ വീഡിയോ കാണാത്തത് എൻ്റെ കുഴപ്പമില്ല, പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറിയാത്തവർ ഇപ്പം എന്താണ് കാരണം എന്ന് അറിയുന്നവർ ഈ വീഡിയോയുടെ താഴത്ത് കമൻറ്റ് ചെയ്യും, അത്ര എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണാത്ത ആൾക്കാരാണ്, അങ്ങനത്തെ ഉള്ള ആൾക്കാരാണെങ്കിൽ നേരത്തെ വീഡിയോസൊക്കെ പോയി കാണും, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഗൈസ് ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അത് കഴിഞ്ഞാൽ ബെല്ലൈക്കണും കാര്യങ്ങളൊക്കെ അടിച്ച് പൊടിച്ചേക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ.